അടുത്ത ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു സർക്കിളിന്റെ റേഡിയസ് 10 ആണെങ്കിൽ കട്ട് എക്സ് ആക്സിസ് ചോദിച്ചാൽ ഒന്നും നോക്കണ്ട. കട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ y 0 ആക്കി എഴുതുക. കട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ y 0 എഴുതുക. കേട്ടോ, y 0 എഴുതി ആ 10 0 എഴുതുക. വെരി സിമ്പിൾ ആണ്. ഈ റേഡിയസ് അതേപോലെ എഴുതുക 10. കട്ട് എക്സ് ആക്സിസ് എന്ന് ചോദിച്ചാൽ y 0 കൊടുക്കുക. ഇനി ചെക്ക് വെദർ ദ പോയിന്റ് 59 ഈസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഓൺ ദ സർക്കിൾ എന്ന് ചോദിച്ചാലേ ഈ 59ഉം 00യും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുക. അങ്ങനെയാണ് ഡിസ്റ്റൻസ് കാണുക. 5 - 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ. 9 - 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 സ്ക്വയർ. ആൻസർ √106 കിട്ടും. √106. ഇവിടെ റേഡിയസ് എത്ര? 10. അത് റൂട്ടിന്റെ ഫോർമാറ്റിൽ ഇവിടെ കിട്ടിയതുകൊണ്ട് ഇവിടെ റൂട്ടിന്റെ ഫോർമാറ്റിൽ ഞാൻ √100 എന്ന് എഴുതി. ഇത് √100നേക്കാൾ കൂടുതലാണോ കുറവാണോ? കൂടുതലാണെങ്കിൽ ഇത് എവിടെയിരിക്കും? ഔട്ട്സൈഡ്. റേഡിയസിനേക്കാൾ കുറവാണെങ്കിൽ എവിടെയിരിക്കും? ഇൻസൈഡ്. കറക്റ്റ് റേഡിയസ് കിട്ടുകയാണെങ്കിൽ എവിടെയിരിക്കും? ഓൺ ദ സർക്കിള്. അടുത്ത ഇക്വേഷൻ ഓഫ് സർക്കിൾ ആണ് അടുത്തത് ചെയ്യാനുള്ളത്. വെരി സിമ്പിൾ ആണ്. സെന്റർ 0 0 ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ ഏതാണ്? x² + y² = r². ആകെ ഒരു വരിയുള്ളൂ ആൻസർ. x² + y². r എത്ര? r ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 10. 10² എത്രയാണ്? 100. വെരി സിമ്പിൾ ആണ്. സിമ്പിൾ.